ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, സത്യത്തിൽ ഞാനതൊക്കെ വായിച്ചപ്പോൾ ഭയം തോന്നി. ഞാനങ്ങനെ സാരി ഉടുക്കുന്ന ആളല്ല, എങ്കിലും വല്ലപ്പോഴും ഒക്കെ സാരി ഉടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിർഭാഗ്യവശാൽ അത് ഉടുക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ആ പരിശ്രമങ്ങളിലേക്ക് പോകാറില്ല എന്നുള്ളതാണ്. സാരി ഉടുക്കുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ് അവരെയൊക്കെ കാണാൻ. പ്രത്യേകിച്ച് ഓണം വിഷു സമയത്തൊക്കെ നല്ല നേരിയത് സാരിയൊക്കെ ഉടുത്ത് കസവ് മുണ്ടൊക്കെ കൊടുത്ത് വരുമ്പോൾ പൂവൊക്കെ വെച്ച് വരുമ്പോൾ എന്ത് സുന്ദരികളാണ്, എന്ത് രസമാണ്. മലയാളി ഭംഗി എന്നുള്ളതല്ല, അത് ഏത് നാട്ടുകാരി പിള്ളേരും സാരി ഉടുത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, സാരി ഉടുത്താൽ ക്യാൻസർ വരും. സത്യത്തിൽ ഞെട്ടിപ്പോയി. സാരി ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കൊക്കെ ഇതൊരു വലിയ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ വലിയൊരു സങ്കടം ഉണർത്തുന്ന കാര്യമാണ്. എന്താണ് സംഭവം? സാരി ഉടുത്താൽ ക്യാൻസർ വരുമോ? സാരി ഉടുത്താൽ ക്യാൻസർ വരുമോ എന്നുള്ള ചോദ്യം കേൾക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു ഭയം വരും. എന്താണ് സാരി ഉടുത്താൽ ക്യാൻസർ വരും, അങ്ങനെ അതെ ഉടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റു ചില ചോദിക്കും, ഞാനൊക്കെ എത്ര കാലമായി സാരി ഉടുക്കുന്നു, എനിക്കൊക്കെ ക്യാൻസർ വന്നോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. പക്ഷേ ഇതൊരു അറിവിലേക്കായിട്ട് നമ്മൾ പറയുകയാണ്. കാരണം ഏറ്റവും പുതിയ പഠനത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്ന പേരിട്ട് വിളിക്കുന്നത്. ആ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം വെച്ചാൽ അതൊരു അതിൻ്റെതായ ഒരു നാമമാണ്, അതിൻ്റെ ജീനുമായി ബന്ധപ്പെട്ട ഒരു നാമമാണത്. അത്തരത്തിലൊരു ക്യാൻസർ ഉണ്ട് എന്നുള്ള പുതിയ പഠനങ്ങളാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ധോത്തി ക്യാൻസർ എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു ക്യാൻസറാണ്. കാരണം ഈ സാരി ഉടുക്കുന്ന സമയത്ത് നമ്മൾ അതിനടിയിൽ പാവാടയും കാര്യങ്ങളൊക്കെ ഉടുക്കുമല്ലോ. അപ്പം ഈ സാരിയും പാവാടയും കൂടി ഉടുക്കുമ്പോൾ നമ്മുടെ അരയിൽ അത് ടൈറ്റായിട്ട് നമ്മളിത് മുറുക്കി ഉടുക്കും. ഈ ടൈറ്റായിട്ട് കെട്ടുകയും അരയിൽ ഒരു എന്താ പറയുക, ഒരു പാട് വരുന്ന രീതിയിൽ, അരയിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന രീതിയിലേക്ക് സ്കിന്നിനെയും അതുപോലെ തന്നെ എല്ലിനെയും ഒക്കെ ടൈറ്റ് ആക്കുന്ന രീതിയിലേക്ക് മുറുക്കി ഉടുക്കാറുണ്ട് പലരും. അപ്പം അങ്ങനെ മുറുക്കി ഉടുത്തതിന് ശേഷം രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ അവർ എന്ത് ചെയ്യും, ഇതേ ടൈറ്റിലായിരിക്കും ഇരിക്കുക. പലപ്പോഴും അത് അഴിച്ചൊന്ന് ടൈറ്റ് നേരെയാക്കാൻ പോലും പലരും തയ്യാറാവാറില്ല. ചിലപ്പോൾ ആ കെട്ട് മുറുകിയിട്ടുണ്ടെങ്കിൽ ആ കെട്ട് മുറുകിയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അരയിലൊക്കെ കെട്ട് ശക്തമായി മുറുകി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഇറിറ്റേഷൻ വരികയും ഭയങ്കര ബുദ്ധിമുട്ട് വരികയൊക്കെ ചെയ്യും പലർക്കും. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അരയിലേക്കും കാലുകളിലേക്കൊക്കെ ഉള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ഈ പറയുന്ന പോലെ ഞരമ്പുകളിലേക്കൊക്കെയുള്ള ഈ രക്തോട്ടമൊക്കെ കുറഞ്ഞ് നീർക്കെട്ടൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കുറേ ഈ ഓക്സിജനും ഈ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കുറേ അധികം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു നോർമൽ പ്രവർത്തനമുണ്ട്, നോർമൽ മെറ്റബോളിക് പ്രവർത്തനം. അതായത് ആ ഭാഗത്തേക്ക് കൂടുതൽ ഓക്സിജൻ എത്തി സെല്ലുകളെ പുനരുജ്ജീവിപ്പിച്ച് അല്ലെങ്കിൽ എന്താണ് ഈ നശിച്ചു പോയ സെല്ലുകളെ മാറ്റിയെടുത്ത് പോകേണ്ട ഒരു പ്രക്രിയയുണ്ട്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സെല്ല് കൃത്യമായ രീതിയിലാണ് വിഭജിക്കപ്പെടുന്നത്. ഇങ്ങനെ 1, 2 അങ്ങനെ 2, 4 ആവും, 4, 8 ആവും, അങ്ങനെയാണ് സെല്ലുകൾ വിഭജിക്കപ്പെടുന്നത്. ആ വിഭജനത്തിന്റെ ഒരു പ്രക്രിയയിൽ ഒരു ക്രമം അല്ലെങ്കിൽ ആ ക്രമപ്പെടുത്തലിന്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോവുക. പിന്നെ എന്താണ്, പിന്നെ വളരെ വലിയ രീതിയിൽ ഇങ്ങനെ സെല്ലുകൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ മുറുക്കി ഉടുക്കുന്ന ആളുകളിൽ ഇത്തരം ക്യാൻസറുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വലിയ സ്കിൻ ക്യാൻസറാണ്, അതായത് സ്കിന്നിലാണ് ഈ ക്യാൻസർ കണ്ടുവരുന്നത്. അപ്പോൾ ഈ സാരി ഉടുക്കുന്ന ആളുകൾ പോളിസ്റ്റർ മറ്റേ പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുന്ന, അതായത് ഇപ്പം കോട്ടൺ ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എന്താണ്, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെ ആ ഡ്രസ്സിൻ്റെ പ്രശ്നം കൊണ്ടും ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായി വന്ന പഠനം. അത് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത് 1045 ധോത്തി ക്യാൻസർ എന്ന പേരിൽ കേട്ട് വന്നത്, ഇത് പിന്നീടാണ് സാരി ക്യാൻസർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇത് ധോത്തി ക്യാൻസർ ആയിരുന്നു. സാരി ഉടുക്കുന്നവർക്ക് മാത്രമല്ല, ഈ ഭാഗത്ത് ഏത് വസ്ത്രവും അടുപ്പിച്ച് വല്ലാതെ മുറുക്കി ധരിച്ചാൽ വരാൻ സാധ്യതയുള്ള ഒരു സ്കിൻ ക്യാൻസർ ആണ് ഇത്. സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന ഇത് പൊതുവായി കണ്ടുവരുന്ന സ്കിൻ ക്യാൻസറുകളിൽ രണ്ടാമത്തേതായി വരുന്ന ഒന്നാണ്. സാരി കൂടാതെ ചുരിദാറിന്റെ പാന്റ് ധരിക്കുന്നവരിലും ഈ പ്രശ്നമുണ്ട്. ഈ ഭാഗത്ത് വരിഞ്ഞു മുറുകി കെട്ടുമ്പോൾ ആ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. ഇതൊരു അപൂർവ അവസ്ഥയാണെങ്കിലും ബോധവൽക്കരണത്തിന്റെയും പ്രതിരോധ പരിചരണത്തിന്റെ ഭാഗമായി ഇത് ഒഴിവാക്കാനും കഴിയും. ഏത് ക്യാൻസറുകളെയും പോലെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണ്ണമായും പരിഹരിക്കാം. കണ്ടെത്താൻ വൈകിയാൽ ജീവൻ തന്നെ കവർന്നെടുക്കുന്ന ഒരു ക്യാൻസർ തന്നെയാണിത്. നിസ്സാരക്കാരനല്ല ഈ ക്യാൻസർ. നാം മറ്റു പല പ്രശ്നങ്ങളെന്ന് കരുതാവുന്ന ലക്ഷണങ്ങൾ പല ക്യാൻസറുകളുടെയും തുടക്കമാണ്.
ഇത് നമ്മൾ സാരി ക്യാൻസർ അഥവാ പെറ്റിക്കോട്ട് ക്യാൻസർ എന്നാണ് ഈ അവസ്ഥയ്ക്ക് നൽകുന്ന പേര്. സാരിയുടെയോ അടിവസ്ത്രത്തിൻ്റെയോ നൂൽ അരയിൽ വളരെ മുറുക്കി ധരിക്കുന്നവരിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സാരിയല്ല വാസ്തവത്തിൽ ഇതിന് കാരണമാകുന്നത്. സാരി ഉടുക്കുമ്പോൾ നമ്മൾ അടിയിൽ ഒരു പാവാട ഉടുക്കും. ആ പാവാട അടുപ്പിച്ച് മുറുക്കി ഉടുക്കുമ്പോൾ വരുന്ന പ്രശ്നമാണ് ഈ ക്യാൻസറിൻ്റെ കാരണമാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊന്നും ഇന്ന് വരെ ഇത് കേട്ടിട്ടില്ല. കേട്ടിട്ടുള്ളവരുണ്ടാകാം, നമ്മുടെയൊക്കെ അറിവില്ലായ്മയായിരിക്കാം. ഞാനൊന്നും ഇത് കേട്ടിട്ടില്ല. പക്ഷേ ഇത് ഇന്നലെ ഇങ്ങനെ ഒരു വാർത്ത വായിച്ചപ്പോൾ സത്യത്തിൽ ഇത് പ്രേക്ഷകരെ കൂടെ അറിയിക്കണം. കാരണം ഇത്തരത്തിൽ ഒരു ക്യാൻസർ ഉണ്ട്. സാരി ഉടുക്കുമ്പോൾ, ചുരിദാറുകൾ ഇടുമ്പോൾ നമ്മുടെ വയറുകളിൽ ഇങ്ങനെ മുറുകി ഉടുക്കുമ്പോൾ നേർത്ത നൂലുകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ചില ഹോർമോണുകൾ കടന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് ക്യാൻസറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് കൃത്യമായി നമ്മൾ ചികിത്സിച്ചില്ല എങ്കിൽ മറ്റ് പല ക്യാൻസറുകൾ പോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് തന്നെയാണത്. മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ തരത്തിലേക്ക് നമ്മളെ ഇത് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി സാരി ഉടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ബോധവൽക്കരണവും. സാരിയുടെ പ്രശ്നമല്ല ഇത് അടിയിൽ ഉടുക്കുന്ന പാവാട, അതുപോലെ തന്നെ പാൻറ്, ധോത്തി, ഇത്തരം സംഗതികൾ ഉടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മുറുക്കി ഉടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബ്ലഡ് സർക്കുലേഷൻ നോർമലായി ഓടുന്ന രീതിയിൽ ആ സ്കിന്നിൻ്റെ പുറം ലെയറുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാത്ത രീതിയിലേക്ക് ഉടുക്കാനുള്ള ശ്രമം നടത്തുക. വളരെ കട്ടിയോർജും സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പം കിട്ടാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യം. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം എന്താണ്, തിരക്കിട്ട് ജോലിക്ക് പോകുമ്പോൾ, തിരക്കിട്ട് ഒരു കല്യാണത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരം ജോലിക്കൊക്കെ പോകുമ്പോൾ എന്ന് പറയുന്നത് അപ്പൊ ലെഗിങ്സും പിന്നെ മറ്റേ സാധാരണ ഈ പാൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും പല സ്ത്രീകളും ചുരിദാറിനെ ആശ്രയിക്കുന്ന പല വീട്ടമ്മമാരും ഉണ്ട്. ലെഗിങ്സ് ഒന്നും ഉപയോഗിക്കാത്ത, ഇപ്പോഴത്തെ മോഡേൺ പാൻറ്റുകളൊന്നും ഉപയോഗിക്കാത്ത പല വീട്ടമ്മമാരുമുണ്ട്. അപ്പോൾ അവരൊക്കെ പിന്നെ ഈ ചുരിദാറൊക്കെ നല്ല ഇറുക്കി, കാരണം ജോലിക്ക് പോകുന്നവരായിരിക്കാം, അപ്പോൾ ദൂരയാത്രകൾ പോകുന്നവരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഭയമുണ്ടാകും, പാൻറ്റൊക്കെ ലൂസായി പോയാൽ എന്നൊക്കെയുള്ളൊരു ഭയമുണ്ടാകും. പ്രത്യേകിച്ച് സാരി ഉടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഭയം ഉണ്ടാകുന്നത്. പാവാട മുറുക്കി കെട്ടിയില്ലെങ്കിൽ സാരി അഴിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകും. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ പാവാടയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള അണ്ടർസ്കേർട്ടിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഇറുക്കിയൊക്കെ അത്തരത്തിലേക്ക് തന്നെ എപ്പോഴും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അല്ല, ഇത് മാത്രമല്ല, ഇതിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. കാര്യം സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ തന്നെ കേരളത്തിലൊക്കെ പുരുഷന്മാരുടെ കാര്യം കൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലൊക്കെയുള്ള പുരുഷന്മാർ മുണ്ടുടുക്കൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ മുണ്ട് വരിഞ്ഞു കെട്ടി ഉടുക്കുന്ന ആളുകളുണ്ട്. അതായത് മുണ്ടിന്റെ പുറത്ത് ബെൽറ്റ് കെട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരിഞ്ഞു കെട്ടുന്ന ആളുകളുടെ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഈ അരഭാഗത്ത് വളരെയധികം രക്തം ഓടാതെ ചുവന്ന് തടിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത്തരം അവസ്ഥയിലുള്ള ആളുകൾക്കും സെയിം സംഗതിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സ്കിൻ ക്യാൻസർ ആദ്യം വരുമ്പോൾ അത് തിരിച്ചറിയപ്പെടാതിരിക്കുക, അവിടെ നിന്ന് അത് അറിയാത്ത രീതിയിലേക്ക് നേരെ ഉള്ളിലേക്ക് കടക്കും. അത് എല്ലിൻ്റെ ഉള്ളിലേക്കോ മജ്ജയിലേക്കോ ഒക്കെ കടന്ന് അവിടെ മൊത്തം ഡാമേജ് ആയി അതിങ്ങനെ പടർന്ന് ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കും. അപ്പോൾ നമ്മൾ കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ അത് മജ്ജയുടെ ക്യാൻസർ ഒക്കെ ആയിട്ടായിരിക്കും പുറത്തു വരുന്നത്. പക്ഷേ ഇത് മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതേപോലെ തന്നെയുള്ള മറ്റൊരു പ്രശ്നമുണ്ട്. അതായത് ലേഡീസിനാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് ബ്രാ ഇടുന്ന ആളുകളിൽ വളരെ ടൈറ്റാക്കി ബ്രാ ഇടുന്ന ആളുകളുണ്ട്. വളരെ ടൈറ്റാക്കി ശക്തമായി കുടുക്കി വെച്ചിട്ട് ബ്രാ ഇടുന്ന ആളുകളുണ്ട്. അങ്ങനെ അത്രയും ടൈറ്റിൽ ബ്രാ ഇടുന്ന ആളുകളിൽ നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് ഇവർക്ക് എന്താണ്, ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട സിസ്റ്റ്, അതുപോലെ ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട കാർസിനോകൾ, അതായത് കാർസിനോജനിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ബ്രസ്റ്റിനെ ടൈറ്റ് ചെയ്യുന്നതിലൂടെ വരുന്നു എന്നുള്ളതാണ്. ഈ ഇറുകി നിൽക്കുന്നതിലൂടെ വലിയ എന്താണ് കൃത്യമായി സർക്കുലേഷൻ പ്രോബ്ലങ്ങൾ ഉണ്ടാവുകയും അവിടെ എന്താണ് ചിലപ്പോൾ മുഴകളോ അല്ലെങ്കിൽ ആ മുഴകൾ ക്യാൻസറായി മാറാം. ബ്രസ്റ്റ് ക്യാൻസർ എന്താണ് തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിന് കൃത്യമായി കുറച്ച് ട്രീറ്റ്മെന്റിന്റെ എന്താണ് മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് ട്രീറ്റ്മെന്റ് കുറച്ച് നല്ല രീതിയിലുള്ളതാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ ഈ വസ്ത്രധാരണത്തിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം, കൃത്യമായ തുണിയായിരിക്കണം. അതുപോലെ തന്നെ ബോഡി ഓവറായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതും നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതും. കാരണം
ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ദുരിതമാണ്, ദുരന്തമാണ്. അതിനെ ഫേസ് ചെയ്യാനാവില്ല. ഒരു കുടുംബം തന്നെ അനാഥമായി പോകുന്ന അവസ്ഥയുണ്ടാകും. ഒരു സ്ത്രീ ഒരു കുടുംബത്തിലെ നട്ടെല്ലാണ്. ആരായാലും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാൽ പോലും വലിയ പ്രശ്നമാണ്. അപ്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരും ശ്രദ്ധിക്കണം. എന്തായാലും ആർക്കും ഒന്നും വരാതിരിക്കട്ടെ.